മീരെ. കരഞ്ഞുകൊണ്ട് പോകുന്ന മീരയുടെ പിന്നാലെ സീതയും പോയി. എന്താ മോളെ ഇത്? നീ നിതിനെ പേടിച്ചാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? പയ്യന്റെ അച്ഛന്റെ പെരുമാറ്റം ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത്രയും ദൂരവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കല്യാണം മുടക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറയും. അതാ മോളെ ഞാൻ ഒന്നും മിണ്ടാത്തത്. ഒരു കാര്യമേ ചേച്ചിക്ക് പറയാനുള്ളൂ. മറ്റുള്ളവരോടുള്ള വാശി കൊണ്ട് നീ സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. അകത്തേക്ക് കയറിയതും സീത മീരയെ നോക്കി പറഞ്ഞു. സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് ബാധ്യതയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചി ഇതുപോലെ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു പോകും. ഈ വീട്ടിൽ ജീവിക്കുന്നത് ഞാനാണ്. പരസ്പരം മിണ്ടാതെ മുഖം കനപ്പിച്ചുള്ള നിതിന്റെ പെരുമാറ്റമൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഏതായാലും ഈ കല്യാണം നടക്കട്ടെ ചേച്ചി. ഞാൻ കാരണം എന്റെ അനിയന്റെ ജീവിതം നശിക്കരുത്, മീര പറഞ്ഞു. മീരയുടെ വാക്കുകൾ കേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ സീത ആ മുറി വിട്ടുപോയി. രാത്രിയിൽ കാര്യമായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീതയുടെ അരികിലേക്ക് സുനിൽ വന്നു. എന്താണ് എന്റെ വാരിയലിന് ഇത്ര ആലോചന? അനിയത്തിയുടെ പെണ്ണ് കാണാനു ശേഷം മുഖത്തൊരു തെളിമയില്ലല്ലോ. പണം ചെലവാക്കേണ്ടി വരുമെന്നോർത്താണോ? സുനിൽ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ഈ സുനിയേട്ടന്റെ ഒരു കാര്യം. എത്ര പണം വേണമെങ്കിലും എന്റെ അനിയത്തിക്ക് വേണ്ടി ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. അതൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. നിതിനോടുള്ള ഒരു വാശിയുടെ പേരില മീര ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവൾക്കൊട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സുനിയേട്ടാ. ഇന്ന് അവൾ കരഞ്ഞപ്പോൾ എന്റെ നെഞ്ചൊന്ന് വിങ്ങി, സീത സങ്കടത്തോടെ പറഞ്ഞു. എന്റെ പൊന്ന് സീതയെ, സംസാരത്തിലൊക്കെ സ്നേഹം ഉണ്ടായിട്ട് എന്താ കാര്യം? പ്രവൃത്തിയിലും അത് കാണിക്കണ്ടേ? സുനിൽ അവളെ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു. നിങ്ങൾ എന്താ മനുഷ്യ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് മീരയോട് സ്നേഹമില്ലെന്നാണോ? സീത അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. സ്നേഹമില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്നേഹമുണ്ട്. പക്ഷെ പണം ചിലവാക്കേണ്ട കാര്യം പറയുമ്പോൾ നീ സ്വാർത്ഥയാകും, സുനിൽ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ എപ്പോഴാണ് പണം ചിലവാക്കാൻ മടി കാണിച്ചിട്ടുള്ളത്? വെറുതെ അനാവശ്യം പറയരുത് സുനിയേട്ടാ. നിങ്ങൾ ഇതിപ്പോൾ പല തവണയായിട്ട് പറയുന്നു, സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരി, നിനക്ക് അനിയത്തിയോട് സ്നേഹമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഇനി അത് പറഞ്ഞ് ഇവിടെ വഴക്ക് വേണ്ട. അതൊക്കെ പോട്ടെ, അനിയത്തിക്ക് കല്യാണത്തിന് ചേച്ചി എന്ത് പ്രസന്റേഷനാ കൊടുക്കുന്നത്? സുനിൽ ചോദിച്ചു. 5 പവന്റെ ഒരു മാല, സീത പറഞ്ഞു. സ്വർണത്തിന് ഇത്രയും വിലയുള്ളപ്പോഴോ? നീ തന്നെയാണോ സീത ഇത് പറയുന്നത്? സ്വർണം തന്നെയല്ലേ നീ കൊടുക്കുന്നത്? സുനിൽ അത്ഭുതത്തോടെ ചോദിച്ചു. ഈ സുനിയേട്ടന്റെ ഒരു കാര്യം. സ്വർണം തന്നെയാ. ഇപ്പോഴത്തെ സ്വർണം പോലെ ഒന്നുമല്ല. 50 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ അമ്മയുടെ കാശുമാലയാണ് ഞാൻ കൊടുക്കുന്നത്. എന്റെ കല്യാണത്തിന് ഞാൻ അണിഞ്ഞു. ഇനി മീരയുടെ കല്യാണത്തിന് അവൾ അണിഞ്ഞോട്ടെ. അവളത് സ്വന്തമായി എടുത്തോട്ടെ, എനിക്ക് വേണ്ട, സീത പറഞ്ഞു. അത് കേട്ടതും സുനിൽ ഉറക്കെ ചിരിച്ചു. അങ്ങനെ വരട്ടെ. ഞാനും വിചാരിച്ചു എന്റെ ഭാര്യ ഇത്ര പെട്ടെന്ന് നന്നായോ എന്ന്. ആ മാലയിൽ 916 അല്ലാത്തതുകൊണ്ട് പണയത്തിൽ എടുക്കില്ല എന്ന് ഏതോ ഒരു ഫൈനാൻസ് കമ്പനിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ ഇന്നാള് പരാതി പറഞ്ഞത്. എന്റെ ഭാര്യയുടെ ബുദ്ധി റോക്കറ്റ് തന്നെ. അനിയത്തിക്ക് 5 പവൻ കൊടുത്തു എന്ന് പറയുകയും ചെയ്യാം, അമ്മയുടെ മാലയുടെ സെന്റിമെന്റ്സും പറയാം. മിടുക്കി തന്നെ, സുനിൽ പുച്ഛത്തോടെ പറഞ്ഞു. എന്റെ ദൈവമേ, ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറ്റം മാത്രമേ കാണൂ. അമ്മയുടെ മാല കഴുത്തിൽ അണിയുന്നത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. സത്യത്തിൽ അത് അമ്മമ്മയുടെ മാലയാണ്. അമ്മമ്മ അമ്മയ്ക്ക് കൊടുത്തതാ. മീരമോൾക്ക് ഇത് കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും, സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് പറഞ്ഞതാ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നീ കണ്ണീരൊഴുക്കി കഷ്ടപ്പെടണ്ട. നീ ആത്മാർത്ഥമായാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അല്ല സീതേ, സ്വർണവും പണവും എല്ലാം ഇങ്ങോട്ട് കൊണ്ടിട്ട് കെട്ടുമെന്നല്ലേ നിങ്ങളുടെ ബ്രോക്കർ ജയിച്ച് പറഞ്ഞത്? എന്നിട്ട് ആ കാര്യമൊന്നും പെണ്ണ് കാണാൻ വന്നപ്പോ പയ്യന്റെ അച്ഛൻ പറഞ്ഞില്ലല്ലോ, സുനിൽ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ജയിച്ച് വെറുതെ തട്ടിവിടുന്നതല്ലേ. എന്നാലും നമ്മൾ കൊടുക്കാനുള്ളത് കൊടുക്കും. അപ്പച്ചി 5 പവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സീത പറഞ്ഞു. അത് എത്ര വർഷം പഴക്കമുള്ളതാണാവോ? സുനിൽ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിനവൾ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കിയൊന്ന് ചുണ്ടുകൊട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി. മീരമോളെ, മീരെ, നിൽക്കു കുട്ടി അവിടെ. അമ്പലത്തിലേക്ക് ധൃതിയിൽ നടന്നു പോകുന്ന മീരയുടെ പിന്നാലെ ഓടുകയാണ് അപ്പച്ചി. മീരേ എന്നവർ ഉറക്കെ കൂകി വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കിതച്ചുകൊണ്ട് മീരയുടെ ഒപ്പം എത്താൻ ഓടുകയാണ് അപ്പച്ചി. സൂപ്പർ ഫാസ്റ്റ് പായുന്ന പോലെയാണല്ലോടി നീ പോകുന്നത്. എത്ര നേരായെന്നറിയോ ഈ അപ്പച്ചി വിളിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 50 വിളിയെങ്കിലും ഞാൻ വിളിച്ചു കാണും. കല്യാണം ആയപ്പോൾ നിന്റെ കേവി എല്ലാം പോയോ കൊച്ചേ? എനിക്ക് വയസ്സ് 60 കഴിഞ്ഞു. നിന്റെ പുറകിലോടാനൊന്നും എനിക്ക് വയ്യ, അപ്പച്ചി കിതച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കേട്ടില്ല അപ്പച്ചി, മീര പറഞ്ഞു. എന്താടി പെണ്ണെ, കല്യാണമായപ്പോൾ ഈ ലോകത്തൊന്നും അല്ലേ? ഫുൾ ടൈം സ്വപ്നം കാണലാണോ? അപ്പച്ചി അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി എന്നോണം അപ്പച്ചിയെ നോക്കി ചുണ്ടുകൊട്ടി ഒരു പരിഹാസച്ചിരി ചിരിച്ചു മീര. സ്വപ്നം കണ്ടു നടക്കാൻ പറ്റിയ പ്രായം, മീര പറഞ്ഞു. അതെന്താടി പെണ്ണെ നീ അങ്ങനെ പറഞ്ഞത്? സ്വപ്നം കാണാനൊക്കെ പ്രായമുണ്ടോ? ഏത് പ്രായത്തിലും സ്വപ്നം കണ്ടുകൂടെ? അപ്പച്ചി അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നല്ല സ്വപ്നങ്ങളൊന്നും എനിക്കില്ല അപ്പച്ചി. സുന്ദരമായ സ്വപ്നങ്ങൾ കാണേണ്ട സമയത്തൊക്കെ ദുസ്വപ്നങ്ങളാണ് എന്നെ വേട്ടയാടിയിരുന്നത്. മധുരമുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്താ കാര്യം? കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമാണ് എന്നെ തേടിയെത്തിയിട്ടുള്ളത്.
മീര ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. എന്താ മോളെ, നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പച്ചി ചോദിച്ചു. എന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒരു പ്രാധാന്യവും ഇല്ല. എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോണം. ഒന്നുകിൽ കല്യാണം അല്ലെങ്കിൽ മരണം. കല്യാണമാണെങ്കിൽ ആർക്കും അതൊരു ദോഷമായി വരില്ല. പകരം മരണമാണെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. മരണത്തേക്കാൾ നല്ലതല്ലേ കല്യാണം? മീര എങ്ങോട്ടേക്കോ നോക്കിക്കൊണ്ട് പറഞ്ഞു. മീരയുടെ സംസാരം കേട്ട് അപ്പച്ചി അവിടെ നിന്നു. ഈ ബന്ധത്തിന് മോൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ സീതയോട് പറയാം, അപ്പച്ചി പറഞ്ഞു. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്. അതിഷ്ടപ്പെട്ടിട്ടായാലും അല്ലെങ്കിലും മറ്റുള്ളവർക്ക് അതറിയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയാൽ മതി. ചങ്കിടറിക്കൊണ്ട് മീര പറഞ്ഞു. ഇന്നെന്താടി നീ ഇത്ര നേരത്തെ അമ്പലത്തിലേക്ക്? അല്ലെങ്കിൽ നടയടയ്ക്കുന്ന സമയത്ത് ഓടി വരാറല്ലേ പതിവ്? വിഷയം മാറ്റാൻ എന്നോണം അപ്പച്ചി പറഞ്ഞു. നിതിൻ ഇന്ന് നേരത്തെ പോയി. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ അമ്പലത്തിലേക്ക് പോന്നു. അപ്പച്ചി എന്താ ഇന്ന് അമ്പലത്തിൽ നടക്കാൻ പോയില്ലേ? മീര ചോദിച്ചു. ഇല്ല, കുറെ നാളായി മഞ്ചാടിക്കുന്നിൽ അമ്മയെ കണ്ടിട്ട്. ഇടയ്ക്കൊന്ന് കണ്ടില്ലെങ്കിൽ ദേവി നമ്മളെ മറന്നാലോ? നിതിൻ ഇപ്പോൾ നിന്നോട് എങ്ങനെയാ? ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടോ? അപ്പച്ചി ചോദിച്ചു. കല്യാണം ഉറപ്പിച്ചത് പിന്നെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാനുണ്ടാക്കുന്ന ഭക്ഷണത്തിനും ഒരു കുറ്റവും പറയാറില്ല. ഇപ്പോൾ എന്തുണ്ടാക്കിയാലും കഴിക്കും. പഴയതുപോലെ വലിയ സ്നേഹമൊന്നും കാണിക്കാറില്ല. എന്നാലും വഴക്കില്ല. ഇപ്പോൾ പോകുമ്പോൾ റൂമൊന്നും പൂട്ടാറില്ല. ഈ ശല്യം പോകാറായെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ദേഷ്യപ്പെടേണ്ട എന്ന് തോന്നിക്കാണും, മീര പറഞ്ഞു. മീരയുടെ വാക്കുകൾ അപ്പച്ചിയുടെ മനസ്സിന് നോവിച്ചു. എങ്കിലും അത് മറച്ചുവെച്ച് അപ്പച്ചി ചെറുപുഞ്ചിരി അവൾക്ക് നൽകി. ചെറുക്കന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു ആരെങ്കിലും? അപ്പച്ചി ചോദിച്ചു. സുനിയേട്ടൻ ആരെയോ വിട്ട് അന്വേഷിച്ചു എന്ന് സീതേച്ചി വിളിച്ചപ്പോ പറഞ്ഞു. ഏതായാലും കല്യാണം ഉറപ്പിച്ചു. ഇനി അന്വേഷിച്ചാൽ എന്താ, അന്വേഷിച്ചില്ലെങ്കിൽ എന്താ? മീര പറഞ്ഞു. അങ്ങനെ പലതും സംസാരിച്ച് അവർ അമ്പലത്തിലെത്തി. മഞ്ചാടിക്കുന്നിൽ അമ്മയുടെ തിരുമുമ്പിൽ നിന്ന് നിറകണ്ണുകളോടെ മീര പ്രാർത്ഥിച്ചു. എന്റെ അമ്മേ, എന്റെ ദുഃഖങ്ങൾ കേൾക്കാൻ നീ മാത്രമേയുള്ളൂ. നിന്റെ തിരുമുമ്പിൽ വെച്ച് സുമംഗലിയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടക്കില്ല. പൊറുക്കണേ അമ്മേ. അമ്പലം ചുറ്റി പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ അപ്പച്ചിയും മീരയും പുറത്തിറങ്ങി. കുറച്ചു സമയം ആൽച്ചുവട്ടിൽ ഇരുന്നിട്ട് പോകാം അപ്പച്ചി. മീര പറഞ്ഞതും രണ്ടുപേരും ആൽച്ചുവട്ടിലേക്ക് നടന്നു. കൈ നോക്കണം അമ്മ. കൈ നോക്കി ലക്ഷണം പറയും. സത്യമാണെങ്കിൽ പണം തന്നാൽ മതി. കൈ നോക്കട്ടെ അമ്മ. അവർ ആൽച്ചുവട്ടിൽ ഇരിക്കുമ്പോഴാണ് ഒരു കൈനോട്ടക്കാരി സ്ത്രീ അതും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നത്. എന്ത് തരണം? അപ്പച്ചി ചോദിച്ചു. ഞാൻ പറയുന്നത് കേട്ട് സത്യമാണെങ്കിൽ പണം തന്നാൽ മതി, കൈനോട്ടക്കാരി പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ ദാ ഇവളുടെ കൈയൊന്ന് നോക്കി പറയും. അപ്പച്ചി മീരയുടെ കൈ അവരുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. വേണ്ടപ്പച്ചി, മീര പറഞ്ഞൊഴിയാൻ നോക്കിയെങ്കിലും അപ്പച്ചി സമ്മതിച്ചില്ല. ഏതായാലും നിന്റെ കല്യാണം ആയില്ലേ, ഇവർ എന്താണ് പറയുന്നതെന്ന് നോക്കാം, അപ്പച്ചി പറഞ്ഞു. ഇടത് കൈ നീട്ടുമോളെ, കൈനോട്ടക്കാരി പറഞ്ഞു. മടിച്ച് മീര ഇടത് കൈ നീട്ടി. കുറച്ചു നേരം കയ്യിൽ നോക്കി കണക്കുകളെല്ലാം കയ്യിൽ കൂട്ടി കൈനോട്ടക്കാരി പറഞ്ഞു തുടങ്ങി. വളരെ മോശം സമയമാണല്ലോ കുഞ്ഞെ. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 17 വർഷമായി. ഇനി 2 വർഷം കൂടെയുണ്ട്. കഷ്ടകാലത്തിന്റെ അവസാന സമയമാണ്. വളരെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ശനിയുടെ കാലമാണ്. അവസാന 2 വർഷം വളരെ കഷ്ടമാണ്. ഉടനെ മാംഗല്യഭാഗ്യം ഉണ്ടാകും. പക്ഷെ ഭർത്തൃ സംരക്ഷണം ലഭിക്കില്ല, സന്തോഷം ലഭിക്കില്ല. ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നും. മഞ്ചാടിക്കുന്നിൽ അമ്മയെ മുറുകെ പിടിക്കുക. ഇനി അമ്മ മാത്രമേ ഉള്ളൂ ഒരാശ്രയം. കുഞ്ഞിനെ ലഭിക്കുവാൻ ഭാഗ്യമുണ്ടെങ്കിലും നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. ആദ്യത്തെ താലിക്ക് ബലക്കുറവ് കാണിക്കുന്നു. വിവാഹബന്ധം വേർപെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. നിർത്ത്. നിങ്ങളെന്താ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? കൈനോട്ടക്കാരിയുടെ പ്രവചനത്തെ തടയിട്ടുകൊണ്ട് അപ്പച്ചി ചോദിച്ചു. പറഞ്ഞു തീർന്നില്ലല്ലോ, മുഴുവൻ പറഞ്ഞു കഴിയട്ടെ, കൈനോട്ടക്കാരി തുടർന്നു പറഞ്ഞു. എല്ലാ ദുരിതങ്ങളും അവസാനം സുഖ കുടുംബ ജീവിതം, ഭർത്തൃസുഖ, സാമ്പത്തിക അഭിവൃദ്ധി എല്ലാം ഉണ്ടാകും. അത് മാത്രവുമല്ല, പെറ്റമ്മയും പോറ്റമ്മയും ആകാനുള്ള ഭാഗ്യവും കാണുന്നു. പിന്നീട് ജീവിതാവസാനം വരെ മഹാറാണിയെ പോലെ ജീവിക്കും, കൈനോട്ടക്കാരി പറഞ്ഞവസാനിപ്പിച്ചു. മീരയുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. ഓ, ആദ്യം കുറെ സങ്കടം പറഞ്ഞ് അവസാനം സന്തോഷവും. ഇതൊരു ഐവിശേഷി സിനിമ പോലെയുണ്ട്, അപ്പച്ചി പറഞ്ഞു. ഇനി നിങ്ങളുടെ കൈ നോക്കാം, കൈനോട്ടക്കാരി അപ്പച്ചിയോട് പറഞ്ഞു. എന്റെ ഭാവിയല്ല എനിക്കറിയാം. ഇനിയൊരു വിവാഹം കഴിക്കാനുള്ള ആരോഗ്യം തൽക്കാലം എനിക്കില്ല. അതും പറഞ്ഞ് അപ്പച്ചി എഴുന്നേറ്റു. മീര കൈനോട്ടക്കാരിക്ക് ദക്ഷിണയും കൊടുത്ത് അവരുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. മാളു, നീ ഉച്ച കഴിഞ്ഞ് ലീവാണോ? നിതിൻ മാളുവിനെ നോക്കി ചോദിച്ചു. എന്താടാ, എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടോ? മാളവിക അവനോട് ചോദിച്ചു. ചെറിയൊരു ഷോപ്പിംഗ്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേച്ചിയുടെ കല്യാണമായെന്ന്. ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാനാണ്. പെണ്ണുങ്ങളുടെ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. നീയും കൂടെ എന്റെ കൂടെ വന്നാൽ എനിക്കതൊരു ഹെൽപ്ഫുൾ ആയേനെ. വെറുതെ വരണ്ട, ഞാൻ നിനക്കൊരു ജോഡി ഡ്രസ്സ് എടുത്തു തരാം, നിതിൻ പറഞ്ഞു. ഡ്രസ്സ് എടുത്ത് തന്നാൽ പോരാ, ഒരു ഐസ്ക്രീം വേണം, മാളവിക പറഞ്ഞു. ഷുവർ, അതിനെന്താ, എന്റെ പെണ്ണിന് എത്ര ഐസ്ക്രീം വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം, നിതിൻ പറഞ്ഞു. നമ്മൾ എടുക്കുന്നത് നിന്റെ ചേച്ചിക്ക് ഇഷ്ടാവോ? അവരുടെ ഇഷ്ടം ചോദിക്കണ്ടേ?
മാളവിക ചോദിച്ചു. എന്തിന്? ഞാനിതെടുത്ത് കൊടുക്കുന്നത് തന്നെ ഭാഗ്യമായിട്ട് കരുതിക്കോട്ടെ ചേച്ചി. ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണ നിൽക്കാത്തതാണ് നല്ലത്, നിതിൻ പുച്ഛത്തോടെ പറഞ്ഞു. എത്ര പവൻ എടുക്കാനാ ഉദ്ദേശിക്കുന്നത്? മാളവിക ചോദിച്ചു. ഒരു 5 പവൻ. അതിൽ കൂടുതലൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, നിതിൻ പറഞ്ഞു. 5 പവനിൽ എന്താ എടുക്കുന്നത്? മാലയാണോ? മാളവിക ചോദിച്ചു. 2 വള, ഒരു കമ്മൽ, അത് മതി, നിതിൻ പറഞ്ഞു. എങ്കിൽ ഓരോ പവന്റെ 4 വളകളും 1 പവന്റെ കമ്മലും എടുക്കാം, എന്താ? മാളവിക പറഞ്ഞതും അത് സമ്മതമെന്നോണം അവൻ തലയാട്ടി. പിന്നെ ഡ്രസ്സ് എടുക്കുന്നത് കല്യാണ സാരിയാണോ? മാളവിക ചോദിച്ചു. കല്യാണ സാരിയെല്ലാം ചെറുക്കന്റെ വീട്ടുകാരാണ് എടുക്കുക. പിന്നെ ഇത് വലിയ വിലയുടെ ഒന്നും എടുക്കണ്ട. കല്യാണത്തിന്റെ തലേ ദിവസം ഞാനൊരു ഹാൽദി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിനെടുക്കാനാ, നിതിൻ പറഞ്ഞു. കുറ്റം പറയുമെങ്കിലും നിനക്ക് ചേച്ചിയുടെ സ്നേഹമുണ്ടല്ലേ? മാളവിക ചോദിച്ചു. ഏതായാലും വീട്ടിൽ നിന്ന് പോവുകയല്ലേ, വെറും കൈയോടെ പറഞ്ഞു വിട്ടുവെന്ന് നാട്ടുകാർ പറയണ്ട എന്ന് കരുതി കൊടുക്കുന്നതാ, നിതിൻ പുച്ഛത്തോടെ പറഞ്ഞു. പിന്നെ നിന്റെ സീതച്ചി എന്തെങ്കിലും കാര്യമായി കൊടുക്കുമായിരിക്കും അല്ലേ? മാളവിക ചോദിച്ചു. എവിടെ? നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? എനിക്കറിഞ്ഞുകൂടെ എന്റെ ചേച്ചിയെ. വലിയ വർത്തമാനം പറയും, അല്ലാതെ കാര്യമായിട്ടൊന്നും ആ കൈകളിൽ നിന്ന് കിട്ടില്ല, നിതിൻ പറഞ്ഞു. അതേസമയം സുനിലിന്റെ വീട്ടിൽ. നോക്ക് സുനിയേട്ടാ, അമ്മയുടെ മാല ഞാൻ കൊണ്ടുപോയി പോളിഷ് ചെയ്തു. ഇപ്പൊ കണ്ടാൽ പുതിയതുപോലെയല്ലേ തോന്നുക? സീത ചോദിച്ചു. പുതിയതുപോലെ തോന്നിയിട്ട് എന്താ കാര്യം? അത് പുതിയതാകില്ലല്ലോ, സുനിൽ പുച്ഛത്തോടെ പറഞ്ഞു. പുതിയതായാലും പഴയതായാലും സ്വർണത്തിന് വില കിട്ടിയാൽ പോരെ, പിന്നെന്താ കുഴപ്പം? സീത പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മാല വിറ്റിട്ട് പുതിയത് വാങ്ങി കൊടുക്കാമായിരുന്നില്ലേ? സുനിൽ അവളെ നോക്കി ചോദിച്ചു. ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യമാണോ അത്? ഈ മാല 916 അല്ലാത്തതുകൊണ്ട് വലിയ വിലയൊന്നും കിട്ടാൻ പോണില്ല. അത് മാത്രമല്ല, ഇത് മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലി, GST എന്ന് പറഞ്ഞ് 5 പവൻ എടുക്കാൻ ഞാൻ കഷ്ടപ്പെടേണ്ടി വരും, സീത പറഞ്ഞു. അപ്പൊ വില കുറഞ്ഞ സ്വർണ്ണ അനിയത്തിക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയല്ലേ? ഏതായാലും നീ നിന്റെ വക കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ഞാനും ഒരു മാല എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് സുനിൽ അലമാര തുറന്ന് അതിൽ നിന്ന് ഒരു നെക്ലേസ് എടുത്ത് സീതയെ കാണിച്ചു. നെക്ലേസ് കണ്ടതും സീതയുടെ കണ്ണ് മഞ്ഞളിച്ചു. ഇത് എത്ര പവനാ സുനിയേട്ടാ? അവളത് കയ്യിലേക്ക് എടുത്തുകൊണ്ട് ചോദിച്ചു. 5 പവൻ. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? പറഞ്ഞുകൊണ്ട് സുനി ചോദിച്ചു. പിന്നില്ലാതെ, എന്റെ എത്രയോ നാളത്തെ ആഗ്രഹമായിരുന്നെന്നോ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അപ്പൊ ഭാര്യയോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ? ഈ മാലയിട്ട് ഞാൻ മീരയുടെ കല്യാണത്തിനൊന്ന് വിലാസം. നെക്ലേസ് എടുത്ത് കഴുത്തിൽ വെച്ചുകൊണ്ട് സീത പറഞ്ഞു. നിക്ക് നിക്ക്, സ്വപ്നം കാണാൻ വരട്ടെ. ഇത് നിനക്ക് വാങ്ങിയതല്ല, മീരയ്ക്ക് എന്റെ വക പ്രസന്റേഷൻ ആണ്, സുനിൽ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മീരയ്ക്കോ? അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ 5 പവൻ. പിന്നെ നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? സീത ഇരുണ്ട മുഖത്തോടെ ചോദിച്ചു. എനിക്കൊരു കഷ്ടപ്പാടുമില്ല. അവൾ എന്റെയോ അനിയത്തിയല്ലേ. അവളുടെ കല്യാണത്തിന് എന്തെങ്കിലും കാര്യമായി കൊടുക്കണമെന്ന് ഞാൻ മുൻപേ കരുതിയതാ, സുനിൽ പറഞ്ഞു. ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ രണ്ടുപേരുടെയും കൂടിയല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാണ് വേറെ കൊടുക്കുന്നത്? സീത വീണ്ടും ചോദിച്ചു. നീയല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് അനിയനെയും അനിയത്തിയെയും സ്വന്തം പോലെ കരുതണമെന്ന്? നിന്നെപ്പോലെ സംസാരത്തെ മാത്രം സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണിത്. ഇനി നീ എതിരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സീതേ, സുനിൽ പറഞ്ഞു. ഭാര്യയ്ക്ക് ഇതുവരെയായിട്ടും ഒരു പൊടി സ്വർണ്ണ എടുത്തു തന്നിട്ടില്ല. ഇതേതായാലും വല്ലാത്ത ചതിയായിപ്പോയി. അതും പറഞ്ഞ് സീത അവിടെയൊന്നും ചവിട്ടിത്തുള്ളിപ്പോയി. വൈകുന്നേരം നിതിൻ വീട്ടിലേക്ക് വന്നപാടെ കുറച്ച് കവറുകൾ മീരയുടെ കയ്യിൽ കൊടുത്തു. എന്താ മോനെ ഇത്? മീര ചോദിച്ചു. തുറന്നു നോക്കിക്കൂടെ ചേച്ചിക്ക്? നിനക്ക് എന്നോട് ഇപ്പോഴും പിണക്കമാണോ മോനെ? അവൾ ചോദിച്ചത് കേട്ട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ നിതിനോട് മീര ചോദിച്ചു. ഞാനെന്തിനാ ചേച്ചിയോട് പിണങ്ങുന്നത്? എനിക്ക് ആരോടും ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല. പ്രായം കഴിഞ്ഞിട്ട് ചേച്ചിക്കോ എനിക്കുമൊന്നും ഒരു ജീവിതം ഉണ്ടാവാത്തത് സങ്കടമുണ്ടായിരുന്നു. മീരയുടെ അടുത്തേക്ക് തിരിഞ്ഞു വന്നുകൊണ്ട് നിതിൻ പറഞ്ഞു. മോനെ, ചേച്ചി അങ്ങനെയൊന്നും. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. മോനെ കുഞ്ഞ് എന്നൊന്നും വിളിക്കാൻ ഞാൻ ചെറിയ കുഞ്ഞൊന്നുമല്ല. എനിക്ക് 30 വയസ്സുണ്ട്, ചേച്ചിക്ക് 32 ആയില്ലേ. ഇനി നമ്മൾ പിരിഞ്ഞുപോയേ പറ്റൂ ചേച്ചി. എന്നും ഒരുപോലെ കഴിയാൻ പറ്റുമോ? കാലം ഒരുപാട് കഴിഞ്ഞു പോയി ചേച്ചി. ചേച്ചി ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാ ഇത്ര നാളെ എനിക്കൊരു ജീവിതം ഉണ്ടാകാഞ്ഞത്. പണ്ട് ഒരേ പാത്രത്തിലുണ്ടും ഒരേ പായയിൽ ഉറങ്ങിയും ജീവിച്ചതുപോലെ എന്നും കഴിയാൻ പറ്റുമോ? സീതേച്ചി വിവാഹം കഴിച്ച് സീതേച്ചിക്ക് ഒരു ജീവിതമായി. അതുപോലെ ചേച്ചിക്കും വേണ്ട ഒരു ജീവിതം. ചേച്ചി എവിടെ നിർത്തിക്കൊണ്ട് ഞാനൊരു വിവാഹം കഴിച്ചാൽ അതെന്റെ പ്രൈവസിയെ തന്നെ ബാധിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ അപ്പച്ചിയുടെ കാര്യം തന്നെ നോക്കൂ. ഒരു തരത്തിൽ പറഞ്ഞ ചെറിയച്ഛന്റെയും ചെറിയമ്മയുടെയും ജീവിതത്തിൽ അപ്പച്ചി ഒരു ബാധ്യതയല്ലേ. അവരുടെ സ്വകാര്യതയിൽ ഒരു ശല്യം തന്നെയാണ് അപ്പച്ചി. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും കാരണം അത് തന്നെയാണ്. എന്നും അപ്പച്ചിയും ചെറിയമ്മയും തമ്മിൽ വഴക്കിട്ട് ജീവിക്കുന്നു. ഞാനിപ്പോ അല്പം പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഈ വിവാഹമെങ്കിലും ഉറപ്പിച്ചത്. ഇതിനു മുമ്പ് എത്രയോ നല്ല നല്ല ആലോചനകൾ ചേച്ചിക്ക് വന്നിട്ടുണ്ട്. എല്ലാം ഓരോന്ന് പറഞ്ഞ് മുടക്കും. ചേച്ചി കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ് സ്ട്രോങ് ആയി നിന്നതുകൊണ്ടും ഇത് മുടങ്ങാത്തത്. അല്ലെങ്കിൽ ഇതും മുടക്കിയനെ. കല്യാണം കഴിഞ്ഞാലും ചേച്ചിക്ക് ഇവിടെ വരാം, 1-2 ദിവസം നിൽക്കാം. അപ്പോൾ ഇപ്പോഴുള്ള സ്നേഹം എന്നും നിലനിൽക്കും. ജീവിതം ഒന്നേയുള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കുക.
യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കു ചേച്ചി. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് കയറിപ്പോയി. അനിയൻ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ നിറമിഴികളോടെ മീര അവിടെ തന്നെ നിന്നു.